നമസ്കാരം. ഉള്ളത് പറയാം. ശബരിമലയിൽ നടന്നത് തീവെട്ടിക്കൊള്ള എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി അറിയേണ്ടത് എവിടെ വരെ അന്വേഷണം പോകുമെന്നാണ്. ശബരിമലയുടെ കാര്യത്തിൽ ഇടപെടുന്ന എല്ലാവർക്കും സ്വർണം പോയ കാര്യം അറിയാവുന്നതാണ്. അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡായാലും തന്ത്രിയായാലും മന്ത്രിയായാലും കൈപ്പടയും ഒപ്പും ഉത്തരവുകളും നോക്കിയാണെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിൽ നിൽക്കും. അതിനുമപ്പുറം വാക്കാൽ നിർദ്ദേശങ്ങളും ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന് ഭാവിക്കുന്നവരും അയ്യപ്പന്റെ പേരിൽ തട്ടിപ്പ് നടത്തിയവർ തന്നെയാണ്. ശബരിമലയിൽ നിന്ന് അങ്ങനെ ഒരു മോഷണം നടത്തി ആർക്കും രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ എങ്ങനെ നമ്മുടെ പല ആൾക്കാരുടെയും ഗുഡ് ബുക്കിൽ വരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചും തിരിച്ചറിയാൻ വയ്യാത്ത കാര്യം. എൻ്റെ ഭരണകാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ദൈവതുല്യം കാണുന്ന പലരും ഇതിനകത്തുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഒരു പ്രസിഡന്റ് വിചാരിച്ചാലൊന്നും ശബരിമലയിൽ നിന്ന് സ്വർണ്ണമൊന്നും അടിച്ചു മാറ്റാൻ ഒക്കത്തില്ല എന്നുള്ളത് എല്ലാവർക്കും നാട്ടുകാർക്കും അറിയാവുന്ന കാര്യമാണ്. അവിടെ നിന്ന് കലങ്ങി തെളിയാനുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാനിപ്പോൾ 1.5 കിലോയുടെ കണക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന ഒരാൾക്ക് എങ്ങനെ പറയാൻ പറ്റും? ഇതൊക്കെ തിരുവാഭരണം കമ്മീഷനല്ലേ അതൊക്കെ നോക്കണം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ അറസ്റ്റ് സ്വർണ്ണക്കൊള്ളയിൽ അതിപ്രധാനമാണ്. എന്താണ് യഥാർത്ഥത്തിൽ സന്നിധാനത്ത് സംഭവിച്ചതെന്ന് അറിയാവുന്നവരിൽ പ്രധാന ആൾ പത്മകുമാറാണ്. പത്മകുമാർ പ്രസിഡന്റായ ശേഷമാണ് ശ്രീകോവിലിലെ സ്വർണ്ണപ്പാളികളുടെ അറ്റകുറ്റപ്പണി നടന്നത്. തനി തങ്കം എന്ന കാര്യം സൗകര്യപൂർവ്വം മറച്ചുവെച്ച് സ്വർണം പൂശാൻ കൊടുത്തുവിട്ടത് പത്മകുമാറിന്റെ സമയത്താണ്. ഉദ്യോഗസ്ഥർ പറഞ്ഞതിൽ ഒപ്പുവെച്ചു എന്നൊന്നും പറയാൻ കഴിയില്ല. സ്വർണ്ണമോഷണമല്ല സംഭവിച്ചത്. ഇനി ഒരിക്കലും 1998 പൊതിഞ്ഞ സ്വർണത്തിന്റെ അളവിനെക്കുറിച്ച് ചോദ്യമുണ്ടാകാൻ പാടില്ല എന്ന മുൻകരുതലിൽ വൻ ഗൂഢാലോചനയാണ്. അല്ലെന്ന് വിശ്വസിക്കാൻ ഒന്നുമില്ല. നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നതായിട്ടുള്ള 5 ദേവസ്വം ബോർഡുകളും സ്വതന്ത്രമായ പ്രവർത്തനമാണ് നടത്തുന്നത്. ദേവസ്വം ബോർഡുകൾക്ക് ദേവസ്വം വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിലോ മന്ത്രാലയത്തിലോ ഏതെങ്കിലും തരത്തിൽ ഒരു ഫയൽ അയക്കേണ്ട കാര്യമില്ല. ദേവസ്വം ബോർഡ് എടുത്തിട്ടുള്ള ഒരു തീരുമാനവും ഗവൺമെൻറ്റിൻ്റെ അറിവോടെയല്ല, ഗവൺമെൻറ്റിന് താല്പര്യമുള്ള വിഷയമല്ല. അത് ഭക്തരും അതുപോലെ തന്നെ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മാത്രമാണ്. സന്നിധാനത്തെ സ്വർണം പോയതിൽ എതിർ ന്യായീകരണം നിരത്താൻ ആർക്കും സാധിക്കുന്നില്ല. ഇത് ഈ തട്ടിപ്പിന്റെ വലുപ്പം കാണിക്കുന്നതാണ്. ആദ്യമൊക്കെ തനി തങ്കത്തിന്റെ കാര്യം മറച്ചുവെച്ച് യഥാർത്ഥ സ്വർണം ആയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അത് കറുത്തുപോയതാണ്, ഭക്തർ പിടിച്ചപ്പോൾ തെളിമ പോയതാണ് എന്നൊക്കെ പറഞ്ഞ് CPM ക്യാപ്സ്യൂൾ ഇറക്കി നോക്കിയതാണ്. പക്ഷേ കോടതി ഉത്തരവുകൾ, വിജിലൻസ് അന്വേഷണം, പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകൾ ഇതൊക്കെ ആ ക്യാപ്സ്യൂളുകളെ നിർവീര്യമാക്കി. ഞങ്ങൾക്കൊന്നും മറക്കേണ്ട ഒരു കാര്യമില്ല. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ശബരിമല കേസ് വന്ന 1ാമത്തെ ദിവസം പ്രതികരിച്ചാളാണ് ഞാൻ. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ശബരിമലയിൽ അതിൻ്റെ ഭാഗമായിട്ട് ശബരിമല ശാസ്താവിന് അല്ലെങ്കിൽ ശബരിമല അയ്യപ്പന് ഒരു തരി സ്വർണം നഷ്ടപ്പെടാൻ പാടില്ല. അന്നും ഇന്നും ഞങ്ങളുടെ നിലപാടതാണ്. ആ കാര്യം മുഴുവൻ അന്വേഷിച്ച് ആരാണോ ഉത്തരവാദി അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. അതിനുശേഷം ഞാൻ പറഞ്ഞു, ആരാണോ ഉത്തരവാദി എന്നതിൻ്റെ അകത്ത് ആരവുമാവാം. അതുകൊണ്ടാണ് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞത്, ആരായാലും അവരെ സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വം CPIM ഏറ്റെടുക്കില്ല. ആവശ്യമായ നിലപാടുകളും നടപടിയും ഞങ്ങൾ സ്വീകരിക്കും. പാർട്ടി അങ്ങനെയാണ് പറഞ്ഞത്, ഗവൺമെൻറ്റും ആ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. അത് തന്നെയാണ് ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നത്. ദേവസ്വത്തിൻ്റെ സ്വത്ത്, ശബരിമലയുടെ സ്വത്ത് ആര് അപഹരിക്കാൻ ശ്രമിച്ചാൽ അവർ കുറ്റക്കാരാണ്. ആ കുറ്റക്കാരെ ശിക്ഷിക്കണം. ശിക്ഷിക്കുവാൻ വേണ്ടി LDFും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും CPM നിലകൊള്ളുമെന്ന് ആ നിലപാട് CPI വ്യക്തമാക്കുന്നു. CPM ആ നിലപാട് ആദ്യം മുതലേ പറയുന്നുണ്ട്. ഇതെല്ലാം ആശയക്കുഴപ്പമില്ല. ആറ് തന്നെ ആയാലും, X ആകട്ടെ Y ആകട്ടെ, ദൈവത്തിന്റെ സ്വത്ത് അപഹരിക്കുന്നവർ ആരായാലും കള്ളന്മാരാണ്. അറസ്റ്റ് ചെയ്തു, ചോദ്യം ചെയ്തു, മൊഴിയെടുക്കുന്നു, ഇതുവരെയും കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. ശബരിമല കേസ്
സ്വർണ്ണപ്പാളിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസിൽ ഉപ്പ് തിന്നവൻ വെള്ളം കൊടുക്കും. അത് ആരായിരുന്നാലും ശരി. അതിന് ഗവൺമെന്റ് മുഖ്യമന്ത്രി ശബരിമല ശാസ്താവിനോടൊപ്പമാണ്, അയ്യപ്പനോടൊപ്പം. അത് ആരായിരുന്നാലും അതിന് കുറ്റക്കാർ ശിക്ഷിക്കപ്പെടുന്ന കാര്യത്തിൽ യാതൊരു തർക്കവും. അതിനിപ്പം മാധ്യമ സുഹൃത്തുക്കളുടെ ഓരോന്ന് പറയുന്ന പോലെ ആ സമയത്തിനുള്ള ടൈം ബാർ വെച്ച് നമുക്കൊരു കാര്യം തീരുമാനിക്കാൻ പറ്റും ഗവൺമെന്റ്. ഇപ്പോൾ ന്യായീകരണം കേൾക്കാനേ ഇല്ല. അതിനു പകരം തന്ത്രിയിലേക്ക് കുറ്റം വഴിതിരിച്ചു വിടുകയാണ്. തന്ത്രി അറിഞ്ഞില്ല എന്ന് പറയാനാകില്ല, അത് വാസ്തവവുമാണ്. മാത്രമല്ല 1998 സ്വർണം പൊതിഞ്ഞ വിവരം ദൃക്സാക്ഷി എന്ന രീതിയിൽ അറിയുന്നതും തന്ത്രിക്കാണ്. ദേവഹിതമനുസരിച്ച് അറ്റകുറ്റപ്പണിയാകാം എന്ന് പറഞ്ഞതേ ഉള്ളൂ എന്ന് തന്ത്രി കുടുംബം ന്യായീകരിക്കുമ്പോഴും അത് കണ്ണടച്ച് വിശ്വസിക്കാൻ കഴിയുന്നതല്ല. സന്നിധാനത്ത് നിന്ന് അമൂല്യ വസ്തുക്കൾ പുറത്തു കൊണ്ടുപോകാൻ പാടില്ല എന്ന് തന്ത്രിക്ക് അറിയാവുന്നതല്ലേ? സ്വർണം മങ്ങിപ്പോയി എന്ന് ഉദ്യോഗസ്ഥരും ദേവസ്വം ബോർഡും പറയുമ്പോൾ തനി തങ്കമായിരുന്നല്ലോ എന്ന് മറിച്ചൊരു ചോദ്യം തന്ത്രിയിൽ നിന്ന് ഉണ്ടായില്ലേ? സ്വർണം ചെമ്പെന്ന് രേഖപ്പെടുത്തിയ ദേവസ്വം ബോർഡ് ഉത്തരവ് തന്ത്രി അറിഞ്ഞില്ലെന്ന് കരുതിയാലും സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോയപ്പോൾ മഹസറിൽ തന്ത്രിയും ഒപ്പിട്ടതല്ലേ? തീരുമാനം ഒന്നും എടുത്തിട്ടില്ല, എല്ലാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ശരി തന്നെ. അങ്ങനെയെങ്കിൽ വിശ്വാസികളോടെങ്കിലും തന്ത്രി പറയണം നടന്നത് ശരിയോ തെറ്റോ എന്ന്. ദേവഹിതം ഇതായിരുന്നോ എന്ന്. അതിന് അന്വേഷണം ഒരു തടസ്സമേ അല്ല. SIT കണ്ടു. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദവിവരങ്ങളൊന്നും തരാൻ പറ്റത്തില്ല, എനിക്ക് നിയന്ത്രണങ്ങളുണ്ട്. താന്ത്രിക വിധി പ്രകാരമുള്ള കാര്യം മാത്രമല്ല നമ്മൾ ശബരിമല ചെയ്തിട്ടുള്ളൂ. പിന്നല്ല, അത്രേ ഉള്ളൂ. അതിന് കൂടുതലൊന്നുമില്ല. കൊടുക്കുക എന്നുള്ള ഒറ്റ ഉത്തരവാദിത്തമേ ഉള്ളൂ. സ്ഥാവര ജംഗമ സ്വത്തുക്കളൊക്കെ ദേവസ്വം ബോർഡിന്റെ കസ്റ്റോഡിയനാണ്. അല്ല, നമുക്ക് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഉണ്ണികൃഷ്ണൻ പറ്റി അവിടെ വർക്ക് ചെയ്ത ആളല്ലേ, എനിക്കറിയായിരിക്കും. ഞാനല്ല കൊണ്ടുവന്നത്. അതൊക്കെ SIT അടുത്ത് പറഞ്ഞിട്ടുണ്ടാവുന്നു. എനിക്ക് നിങ്ങളടുത്ത് പറയാൻ ഒക്കത്തില്ല. അത് ഞാനെങ്ങനെ അറിയാനാ? ദൈവതുല്യന എത്രയോ പേരുണ്ട്. N വാസു അറസ്റ്റിലായപ്പോൾ CPM പ്രതിരോധത്തിലായില്ല, വാസുവിനൊപ്പം എന്ന നിലപാട് എടുത്തതുമില്ല. എന്നാൽ പത്മകുമാർ അറസ്റ്റിലായപ്പോൾ കളി മാറി. CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം, പാർട്ടിയുടെ മുൻ MLA. തള്ളിപ്പറഞ്ഞാൽ അന്വേഷണ സംഘത്തിൻ്റെ ഇതുവരെയുള്ള കണ്ടെത്തൽ ശരിയെന്ന് സമ്മതിക്കേണ്ടി വരും. അതുകൊണ്ട് അറസ്റ്റിലായതെന്ന് വെച്ച് കുറ്റക്കാരനല്ലല്ലോ എന്ന അഴകുഴമ്പൻ നിലപാട്. പക്ഷേ ഒരു കൃത്യമായ ബന്ധു ശരിയാവണം. പകുതി വേണ്ട. ആരുടെയെങ്കിലും പത്രത്തിലെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയിട്ട് നടപടിയെടുക്കുന്ന പാർട്ടിയല്ല CPIM. ഞങ്ങൾ നടപടിയെടുക്കും, ആവശ്യമായ നടപടി സ്വീകരിക്കും. ഒരു സംശയവും വേണ്ട. വരട്ടെ, എല്ലാ വിവരങ്ങളും വരട്ടെ. വന്നാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം CPIMൻ്റെ ഒരു പാർട്ടി മെമ്പർ ഉൾപ്പെടെയുള്ള ഒരാളെയും ഞങ്ങളതിൽ നിന്ന് സംരക്ഷിക്കൂല, ആരായാലും. തന്ത്രിമാരെ മൊഴിയെടുക്കുന്നതിന് മുമ്പ് കടകംപള്ളി സുരേന്ദ്രനെയാണ് അറസ്റ്റ് ചെയ്യേണ്ടത്. കാരണം തന്ത്രിമാരെ മൊഴിയെടുക്കുന്നതിന് ഞങ്ങളാരും എതിരല്ല. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും പറഞ്ഞ കടകംപള്ളി സുരേന്ദ്രനെയും പ്രശാന്തിനെയും എന്താ അറസ്റ്റ് ചെയ്യാത്തത്? അതുകൊണ്ട് തന്ത്രിമാരുടെ മൊഴിയെടുക്കുന്നതിന് മുമ്പ് കടകംപള്ളി സുരേന്ദ്രനെയും പ്രശാന്തിനെയും ഒക്കെ അറസ്റ്റ് ചെയ്തിട്ട് വേണം മറ്റു നടപടികളിലേക്ക് പോകാൻ. ആദ്യം അറസ്റ്റ് ചെയ്ത പോറ്റിയും മുരാരി ബാബുവും കടകംപള്ളി സുരേന്ദ്രന്റെയും പ്രശാന്തിന്റെയും എല്ലാം കൃത്യമായിട്ടുള്ള പങ്കാളിത്തം ഈ കേസിൽ മൊഴിയായി നൽകിയിട്ടുണ്ട്. എന്താ അവരടുത്തേക്ക് പോകാത്തത്? അവരടുത്തേക്ക് ആദ്യം പോകണം. പത്മകുമാർ പിണറായി വിജയന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനല്ലേ, പിന്നെ എങ്ങനെ പുറത്താക്കും? സംഘടിതമായ കുറ്റകൃത്യമാണ്. ക്ഷേത്രങ്ങൾ തകർക്കാനും അവിടുത്തെ സമ്പത്ത് കൊള്ളയടിക്കാനും പാർട്ടി തലത്തിലെടുത്ത തീരുമാനമാണിത്. അതാണ് ശബരിമല സമരകാലത്ത് നമ്മൾ കണ്ടത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയുള്ള കൊള്ളയാണ് നടന്നിരിക്കുന്നത്. ആ കാലത്ത് തന്നെയാണ് ഈ കൊള്ള നടന്നിരിക്കുന്നത്. സ്വർണം കട്ടതിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. കട്ടവൻ പുറത്തു വരണം. തന്ത്രി കുറ്റം ചെയ്തതൊന്നും ഞങ്ങളാരും വിശ്വസിക്കുന്നില്ല. അങ്ങനെ കുറ്റം ചെയ്യുന്ന തന്ത്രിമാരൊന്നും ശബരിമലയിൽ ഉള്ളതായിട്ട് ഒരു കംപ്ലൈൻറ്റും ആരും വന്നിട്ടില്ല. തന്ത്രിമാരെ മറ്റേ സംശയത്തിനെ നിഴൽ നിർത്തി യഥാർത്ഥ കള്ളന്മാർ തന്ത്രി പോലും അറിയാണ്ടാണ് സ്വർണം അടിച്ചുകൊണ്ട് പോയിട്ടുള്ളത്. പത്മകുമാറും വാസുവിനെയും അറസ്റ്റ് ചെയ്തു. അവരുടെ അടുത്തേക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അയച്ചത് ആരാണ് എന്ന് അവർ മൊഴി കൊടുത്തിട്ടുണ്ട്. പിന്നെ ശ്രീ കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധത്തിന്റെ തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇപ്പൊ ഇവർ മൊഴിയും കൊടുത്തിട്ടുണ്ട്. അവരുടെ അടുത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി അയച്ചത് ദേവസ്വം മന്ത്രിയാണ്. ഇതൊക്കെ കണക്റ്റഡാണ്. അപ്പൊ ഈ ജയിലിലേക്കുള്ള ഘോഷയാത്ര തുടങ്ങിയിട്ടല്ലോ. ഇനിയും ഒരുപാട് ആളുകൾ ആ ഘോഷയാത്രയിൽ പങ്കുചെയ്തു. CPM ആസ് എ പാർട്ടി ഈ ക്രിമിനൽ ഗൂഢാലോചനയിലുണ്ട്. വിശ്വാസികളുടെ എതിരെ ഈ ദ്രോഹവും
ഈ 4.5 കിലോ സ്വർണ്ണ കൊള്ളയും ഇതെല്ലാം ചെയ്തത് ഒരു പോറ്റിയൊന്നുമല്ല. ഇതിൻ്റെ പിന്നിൽ ഒരു നല്ലൊരു പൊളിറ്റിക്കൽ, ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട്. അത് ചെയ്തത് ആരാണെന്ന് അന്വേഷിക്കണമെന്ന് ആദ്യം മുതൽ ഞങ്ങൾ പറയാമെന്ന്. ഇതൊരു സെൻട്രൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി അന്വേഷിക്കണം. 30 കൊല്ലത്തിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ടും വിജിലൻസ് റിപ്പോർട്ട് പുറത്ത് ആക്കണം. ഇവിടുത്തെ ദേവസ്വം മന്ത്രി രാജിവെക്കണം എന്ന് ഞങ്ങൾ ആദ്യ ദിവസം മുതൽ പറയുന്ന കാര്യമാണ്. ഇവരത് തള്ളി ഒളിച്ചു വെക്കാൻ ശ്രമിക്കുമ്പോൾ അത് ഇനി നടക്കില്ല എന്ന് ഞങ്ങൾ അന്ന് കൃത്യമായി പറഞ്ഞു. ഇന്ന് അതാണ് എല്ലാവരും കാണുന്നത്. തീരുമാനമൊന്നും എടുക്കാത്തതിനാൽ തന്ത്രിക്ക് ആനുകൂല്യം നൽകുന്നത് പോലെയുള്ള വിടുതലേ മന്ത്രിയായിരുന്ന കടകംപള്ളിക്കും നൽകാനാവൂ. ദേവസ്വം ബോർഡിന് മേൽ സർക്കാരിന് ഒരു നിയന്ത്രണവുമില്ല എന്ന് പറഞ്ഞ് കൈ കഴുകുന്നതൊക്കെ വിശ്വസിക്കണമെങ്കിൽ CPM ന്യായീകരണങ്ങൾ അപ്പാടെ വിഴുങ്ങുന്നവർ ആയിരിക്കണം. 2 CPMന്റെ പ്രധാന നേതാക്കൾ കൈവിലങ്ങിട്ട് ജയിലിൽ പോവുകയാണ്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നത്? ആ മൗനം ദുരൂഹമാണ്. പാർട്ടി ഇത് കോടതിയുടെ മേൽനോട്ടത്തിലല്ലായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കും? കഴിഞ്ഞ സ്വർണ്ണക്കള്ളക്കടത്ത് പോലെ ഇത് ആവിയായി പോയനെ. ഇതങ്ങനെ ആവിയായി പോകാതിരിക്കുന്ന ഹൈക്കോടതിയുടെ നിരീക്ഷണമുള്ളത് കൊണ്ടാണ്. ഈ കാര്യത്തിൽ എന്തുകൊണ്ടാ ഇപ്പോൾ പാർട്ടി സെക്രട്ടറി ഇവർ ആരോപിതർ മാത്രമാണ്, ഇവർ കുറ്റം ചെയ്തതായിട്ട് കോടതി കണ്ടെത്തട്ടെ, ഇതിനു മുൻപുള്ള കാര്യങ്ങളിൽ എന്തുകൊണ്ടാണ് കോടതിയുടെ ഈ തരത്തിലുള്ള ഒരു വിധിയെഴുത്തിന് വേണ്ടി കാത്തു നിൽക്കുകയോ വിധിയെഴുത്തിന് വേണ്ടി തയ്യാറാവുകയോ ചെയ്യാതിരുന്നത്? അതിനർത്ഥം ഈ സംഭവത്തിൽ എന്തൊക്കെയോ ഒളിച്ചുകളികൾ, ആരെയൊക്കെയോ സംരക്ഷിക്കാനുള്ള ഒരു ശ്രമം, ആ ശ്രമം ഇതിൻ്റെ പിന്നിൽ ഉണ്ട് എന്നുള്ളത് യാതൊരു സംശയമില്ലാതെ വ്യക്തമാണ്. ആ സ്വർണ്ണമോഷണ കേസിലെ മുഴുവൻ പ്രതികളെയും ഇതുവരെ പോലീസ് കണ്ടെത്തിയിട്ടില്ല, അറസ്റ്റ് ചെയ്തിട്ടില്ല. നഷ്ടപ്പെട്ട സ്വർണം എത്രയെന്ന് ഇതുവരെ തിട്ടപ്പെടുത്തിയിട്ടില്ല. കോടതിയുടെ ഇടപെടലുണ്ടായിട്ട് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ട് പോലും നഷ്ടപ്പെട്ട സ്വർണം കണ്ടെത്താനോ പ്രമുഖരായിട്ടുള്ള പ്രതികളിലേക്ക് ഇനിയും എത്താനോ കഴിഞ്ഞിട്ടില്ല. പിടിക്കപ്പെട്ട പ്രതികളിൽ CPMന്റെ ഉന്നത നേതാക്കന്മാരുണ്ട്. ജയിലിൽ കഴിയുന്ന CPM നേതാക്കന്മാരെ ഇപ്പോഴും പാർട്ടിയും ഗവൺമെന്റും സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അയ്യപ്പന്റെ ശ്രീകോവിലെ സ്വർണം മോഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ, നേരിട്ട് ശ്രീകോവിലിനെ തൊട്ട് കളിക്കുക എന്ന് പറഞ്ഞാൽ അത് ഏത് കാലത്ത് നടന്നിട്ടുണ്ട്? സർക്കാരിന്റെ ഒത്താശയില്ലാതെ നടക്കൂ? ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ തീരുമാനിക്കുന്നത് ആരാണ്? പാർട്ടി സെക്രട്ടേറിയറ്റ് അല്ലേ? അവരറിയാതെ അല്ലേ അനേകോ? ഹൈക്കോടതി ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോഴും സ്വർണം ചമ്പാക്കിക്കൊണ്ട് ശബരിമലയിലെ അയ്യപ്പന്റെ സ്വത്ത് മോഷ്ടിക്കുന്ന പ്രവൃത്തി തുടരുമായിരുന്നില്ലേ? കേരളത്തിലെ CPM അണികൾ ആലോചിക്കേണ്ട കാര്യമാണിത്. ശബരിമല അയ്യപ്പന്റെ സ്വത്ത് കട്ട് ജയിലിൽ പോകുന്ന പാർട്ടി നേതാക്കന്മാർ അഴിമതി നടത്തി ജയിലിൽ പോയിട്ടുണ്ട്, മറ്റു കേസുകൾ പോലും ജയിലിൽ പോയിട്ടുണ്ട്. പക്ഷെ ദൈവത്തിന്റെ സ്വർണം കെട്ട് ജയിലിൽ പോയ പാർട്ടി നേതാക്കന്മാർ ചിത്രമെടുത്താൽ അതിന്റെ റെക്കോർഡ് തകർക്കാൻ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് കഴിയില്ല എന്നുള്ളതാണ് കേരളത്തിലെ ഇപ്പോഴത്തെ സ്ഥിതി. അത് നിങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ട റെക്കോർഡായിട്ട് മാറി. സർക്കാർ അവിടെ ഈ കവർച്ചയ്ക്ക് കൂട്ടുനിൽക്കുകയായിരുന്നില്ലേ? ഇനി ഓരോ ദിവസവും കാത്തിരിക്കാം. അയ്യപ്പന് പോലും അയ്യപ്പനെ രക്ഷിക്കാൻ കഴിയാതെ പോയ ആ നാളുകളിൽ സന്നിധാനത്തെ അവിശ്വാസത്തിന്റെയും കൊള്ളയുടെയും മാസ്റ്റർ ബ്രെയിനിലേക്ക് അന്വേഷണം എത്തുന്നതിനായി. ഒരുപാട് മാറി. ഇങ്ങനൊന്നും ആയിരുന്നില്ല. പിന്നെ വേണമെന്ന് വാശി പിടിച്ചതാരാ? ഞാനാണ്. വേണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കാണ് വേണം എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പ്ലാനിങ് തന്നെ എന്റെ അല്ലല്ലോ. നിങ്ങൾ കുറേ പേരെ കണ്ടിട്ടുണ്ടാവും. എനിക്ക് എന്റെ കാര്യം മാത്രമേ എനിക്കറിയൂ. ആദ്യത്തെ ദിവസം അങ്ങനെയാണോ ഇങ്ങനെയാണോ ചങ്ങ് പൊട്ടിപ്പോവാന് എത്ര ദിവസം, ഇത്രയും ദിവസമായിട്ട് എനിക്കൊന്ന് റിക്കവർ ആവാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? മെന്റലി ഫിസിക്കലി ഞാൻ ഇത്രയും തകർന്ന് തരിപ്പെടുവായി. ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ? ഞാൻ ഒത്തും നോക്കിയല്ല ഞാൻ.
രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിനുണ്ടാക്കുന്നത് ചില്ലറ കുഴപ്പമല്ല. പെയ്ഡ് PR വർക്കിന്റെ മികവിൽ കെട്ടി ഉയർത്തുന്ന പ്രഭാവലയത്തിൽ പെട്ടുപോകുന്നത് കോൺഗ്രസിലെ വിശ്വാസ്യതയുള്ള നേതാക്കളാണ്. ഒരിക്കലേ നടപടിയെടുക്കാനാവൂ എന്നൊക്കെ പറയേണ്ട ഗതികേടിലേക്ക് രാഹുലിന്റെ കോൺഗ്രസിനോടുള്ള ധിക്കാരം മാറിയിരിക്കുന്നു. അല്ല, ശ്രീ രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകൾ പറഞ്ഞിരിക്കുന്ന കാര്യം ഞാൻ അനുസരിക്കുന്നുണ്ട്. നേതാക്കന്മാർ പറയുന്നത് എന്താണ്? അത് ഞാനും ചെയ്തിട്ടില്ലല്ലോ. നേതാക്കന്മാർ പറയുന്നത് സസ്പെൻഷൻ പീരീഡിലുള്ള ഒരാൾ പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കാൻ പാടില്ല. ഞാൻ പാർട്ടി പരിപാടികളിലല്ല പങ്കെടുക്കുന്നത്. ഇതുപോലുള്ള ഇപ്പോൾ ബഷീർക്കെ പോലുള്ള കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എനിക്ക് വേണ്ടി അത്യധ്വാനം ചെയ്ത മനുഷ്യന്മാർ അവരുടെ തെരഞ്ഞെടുപ്പിൽ വീടാന്തരം കയറി പ്രചരണം നടത്തണമെന്ന് സ്ഥല MLA എന്ന നിലയിൽ എന്നോട് ആവശ്യപ്പെടുമ്പോൾ അവരുടെ ആ ആവശ്യം അത് നിറവേറ്റേണ്ടുന്ന ബാധ്യത രാഷ്ട്രീയമായിട്ട് എനിക്കുണ്ട്. കോൺഗ്രസിൽ നിന്ന് സസ്പെൻഷനിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാർട്ടി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാനുള്ള ഓട്ടത്തിലാണ്. പാർട്ടി വേദികളിൽ രാഹുലിനെ കയറ്റില്ല എന്ന് നേതാക്കൾ പറയുമ്പോഴും പാർട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന ഇടത്ത് പോലും MLA എത്തി. പിന്നെ എന്ത് നടപടിയാണ് പാർട്ടിക്ക് കളങ്കമുണ്ടാക്കിയെന്ന പേരിലും സ്ത്രീപക്ഷ നിലപാട് എന്ന് വീമ്പടിച്ചും KPCC എടുത്തത്? ഇതെല്ലാം നമ്മുടെ ബോധ്യങ്ങളിൽ നിന്നാണ് നിലപാടുകൾ എടുക്കുന്നത്. ബോധ്യങ്ങളിൽ നിന്ന് നമ്മുടെ കൺവിക്ഷനാണ്. അത് എന്റെ മാത്രമല്ല, നേതൃത്വത്തിന്റെ കൂട്ടായ തീരുമാനമാണത്. കൺവിക്ഷനാണ്. അത് ആൾക്കൂട്ടം പറഞ്ഞാൽ മാറില്ല. കേരളം മുഴുവൻ എരമ്പി വന്നാലും, ഞാൻ പറഞ്ഞു അറബിക്കടൽ പോലെ എരമ്പി വന്നാലും ബോധ്യങ്ങളിൽ നിന്നെടുത്ത തീരുമാനത്തിൽ മാറില്ല. നിലപാട് അത് കുറെ കഴിയുമ്പോൾ ആൾക്കൂട്ടത്തിന് ബോധ്യപ്പെടും. നിലപാടുകളിൽ മാറ്റം വരാൻ പാടില്ല. അദ്ദേഹത്തെ പാർട്ടി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ തിരിച്ചെടുത്തിട്ടുമില്ല. അദ്ദേഹം ഒരു MLA എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തന അവകാശങ്ങൾ ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. ആ നിലയിലാണ് അദ്ദേഹം ബന്ധപ്പെട്ടത്. ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ആ തെരഞ്ഞെടുപ്പ് വേളകളിലൊക്കെ തന്നെ ഏതെങ്കിലുമൊക്കെ കള്ളക്കേസുകൾ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം എന്നുള്ള നിലയിൽ അത് ഇവിടെയും നടപ്പാക്കുന്നു. രാഹുലിനെ കുറിച്ച് പരാതി ഉണ്ടെങ്കിൽ ആ പരാതിയെക്കുറിച്ച് അന്വേഷണം നടക്കട്ടെ. ആ അന്വേഷണം നടന്നതിന് ശേഷം ആ അന്വേഷണത്തിൽ എന്താണ് പുറത്തു വരുന്നതെന്ന് അറിയട്ടെ. നേതാക്കൾ ഇപ്പോഴും പറയുന്നത് രാഹുലിനെതിരായ നടപടി തിരുത്തിയിട്ടില്ല എന്നാണ്. പാർട്ടിയുടെ ഔദ്യോഗിക പരിപാടികളിൽ ക്ഷണിക്കാറില്ല. MLA സ്ഥാനം ജനങ്ങൾ നൽകിയതാണ്. ഇപ്പോൾ രാജിവെപ്പിച്ചാൽ കുറ്റവിമുക്തനായാൽ തിരികെ കൊടുക്കാൻ പാർട്ടിക്കാവില്ല. ഇതിനിടെയാണ് മൊബൈൽ ഫോണിൽ നടത്തിയ പഴയ സംഭാഷണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നത്. സ്ക്രീൻഷോട്ടും. നിയമപരമായി സമയം വരുമ്പോൾ നേരിട്ടോളാം എന്ന് പറഞ്ഞ് ഹൂ കെയേഴ്സ് മൂഡിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും. നിങ്ങളൊരു വോയിസ് കൊടുത്തു. ആ വോയിസ് കൊടുത്ത് പിന്നീട് എൻ്റെ പാർട്ടല്ലേ? എൻ്റെ പാർട്ടിലുള്ള കാര്യം ഞാൻ ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞു. ഈ അന്വേഷണം മുന്നോട്ട് പോയതിന് ശേഷം ഒരു ഘട്ടം കഴിയുമ്പോൾ എനിക്ക് എപ്പോഴാണോ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ആഡ് ചെയ്യാനുള്ളത് ആ സമയത്ത് ഞാൻ ആഡ് ചെയ്യുകയും എനിക്ക് നിയമപരമായി മുന്നോട്ട് പോകാനുള്ള അവകാശം രാജ്യത്തുണ്ടല്ലോ. ഈ രാജ്യത്ത് എനിക്ക് മുന്നോട്ട് പോകാൻ അവകാശമുള്ളിടത്തോളം കാലം ഞാൻ ആ അവകാശമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും. ഒരു സത്യാവസ്ഥയും അതിൻ്റെ അകത്തില്ല. അതിനകത്തൊക്കെ തീർത്തും നിരപരാധിയാണ് അവൻ. ഞാനതൊക്കെ അന്വേഷിച്ചു. ഞാൻ അന്വേഷിച്ചത് രണ്ട് ചീത്ത പറയാൻ വേണ്ടിയാണ്. പക്ഷേ അതെല്ലാം മറുപടിയെല്ലാം കേട്ടപ്പോൾ എനിക്ക് തോന്നി ഐ വാസ് റോങ് എന്ന് തോന്നി. ഞാൻ അവനെ വിളിച്ചു, നിലയെ സംസാരിച്ചു. അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് അവനെക്കുറിച്ച് തർക്കങ്ങളില്ല. അവൻ്റെ പാർട്ടി കോൺഗ്രസ് ആണ്. കോൺഗ്രസ് അവനെ അവിശ്വസിക്കുന്നില്ല. ആര് പറഞ്ഞാലും നമുക്കത് പ്രശ്നമല്ല. കോൺഗ്രസ് പാർട്ടി ഇത്തരമൊരു ലീഗൽ പരാതിയൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ അതെടുക്കേണ്ട നടപടികൾ കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉണ്ടാവുന്നത് നിയമപരമായ കാര്യങ്ങളാണ്. അതിനെ തടസ്സപ്പെടുത്താനും ഞങ്ങളാരും ഇല്ല. അത് നിയമവഴിയിൽ അതിന്റെ കാര്യങ്ങൾ നീങ്ങട്ടെ. അദ്ദേഹത്തെ നമ്മുടെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. കോൺഗ്രസ് പാർട്ടി അക്കാര്യത്തിലുള്ള നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് പലതവണയായിട്ട്. പാർട്ടിയുടെ നിലപാട് വളരെ ക്ലിയർ ആണ്. പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്താൽ പാർട്ടി സ്ഥാനങ്ങളിൽ ഇപ്പോൾ തൽക്കാലം ഒന്നുമില്ല. ഷാഫി പറമ്പിലിനെ പോലെയുള്ള നേതാക്കളും പിന്തുണയുമായി ഉണ്ട്. ഇപ്പോൾ K. സുധാകരനും പിന്തുണച്ചു. പാർട്ടിയിൽ പ്രബലമാകുന്ന KC വിഭാഗവും രാഹുലിനൊപ്പം. ഇടയ്ക്ക് പൊട്ടലും ചീറ്റലും വരുന്നത് K. മുരളീധരനിൽ നിന്നും മാത്രം. രാഹുലിനെതിരെ കാര്യങ്ങൾ തുറന്നു പറയുന്നതും മുരളീധരനാണ്. ഞങ്ങളേതായാലും ഞങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം പാർട്ടിക്ക് പുറത്താണിപ്പോൾ. ഇനി സസ്പെൻഡ് ചെയ്ത ആൾക്കെതിരെ കൂടുതൽ നടപടികൾ എടുക്കണമെങ്കിൽ തുടർ നടപടികൾ നോക്കിയിട്ട് ആലോചിച്ച് ചെയ്യാം. ഇത് ഒരു ആശയക്കുഴപ്പമില്ല. KPCC അന്ന് വരെ സ്റ്റാൻഡാണ്. അല്ല, ഇനിയിപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് മാറേണ്ടി വരുമല്ലോ. ആരും പറയാണ്ട് തന്നെ മാറേണ്ടി വരുമല്ലോ. പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങളൊക്കെ ആ നിലപാട് അന്നും ഇന്നും ആവർത്തിച്ച് പറയുന്നുണ്ട്. പുറത്താക്കി അന്ന് മുതൽ രാഹുലിൻ്റെ കാര്യത്തിൽ പാർട്ടിക്ക് ഒരു ഉത്തരവാദിത്വമില്ല. പക്ഷേ ഇനി കൂടുതൽ നടപടികൾ പോലീസിൻ്റെ ഭാഗത്തുണ്ടാകുമ്പോൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് നിലപാട് പാർട്ടിക്ക് എടുക്കേണ്ടി
കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഉള്ളതിനേക്കാൾ ജനകീയ സ്വാധീനം തനിക്കാണെന്ന് വരുത്തി തീർക്കാൻ അദ്ദേഹം ഹീനമായ മാർഗങ്ങൾ ഉപയോഗിച്ച് ആണ് PR വർക്ക് നടത്തിയത്. അതിൻ്റെ ഫലമാണ് ഇപ്പോൾ കിട്ടിയത്. ഒളിഞ്ഞും തെളിഞ്ഞും അദ്ദേഹത്തെ ആരൊക്കെയാണോ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സഹായിച്ചത് അവരെല്ലാം അവരുടെ നിലപാടുകൾ മാറ്റി ചിന്തിക്കണം. പൊതുവെ ഒരു ചൊല്ലുണ്ടല്ലോ, നാറിയവനെ ചുമന്നാൽ ചുമന്നവരും നാറും. ചിലപ്പോൾ നമ്മുടെ രാഷ്ട്രീയത്തിൽ ഒരു ആരോപണം വന്നാൽ ചിലവർ ആരോപണത്തിനെ ഒഴിവാക്കുന്നവരെ തുടരും, ചിലവർ രാജിവെക്കും. അതാ വ്യക്തിയുടെ മനസാക്ഷി പോലെ തന്നെ ആയിരിക്കും. ഇനി ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല, കാരണം എനിക്ക് ഈ രാഷ്ട്രീയ വിവാദത്തിൽ കിടക്കാൻ ഒരു ആഗ്രഹവുമില്ല. എനിക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു പാർട്ടിയുടെ അകത്ത് ഞാൻ ഒരു സ്റ്റാൻഡൊന്നും എടുക്കുന്നില്ല. പാർട്ടി സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു, അതോടെ ഞാനും ആ സബ്ജക്റ്റ് വിടുന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സജ്ന ബി സജൻ ശക്തമായി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതികരിച്ചത്. പടിയടച്ച് പിണ്ടം വെക്കണമെന്ന് പറയുന്നത് ഇങ്ങനെ ഒരാൾ പാർട്ടിക്ക് ഗുണമല്ല, ദോഷമേ വരുത്തൂ എന്ന് പറഞ്ഞാണ്. വനിതാ നേതാക്കളെ ഉൾപ്പെടുത്തി അന്വേഷണ കമ്മീഷൻ വെച്ച് ഇരയാക്കപ്പെട്ട പെൺകുട്ടികളെ നേരിൽ കണ്ട് വിഷയം ഗൗരവത്തോടെ ചർച്ച ചെയ്യണമെന്ന് സജ്ന AICCയോടും പ്രിയങ്ക ഗാന്ധിയോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഫലമോ? സജ്നയ്ക്കെതിരെ രാഹുൽ PR ടീമിന്റെ സൈബർ അറ്റാക്ക്. മുതിർന്ന നേതാക്കൾ മിണ്ടാതിരിക്കുന്നതും ഇതുകൊണ്ടാവാം. മാങ്കൂട്ടത്തിനെതിരെ വാ തുറന്നാൽ ഫാൻസുകാർ ഇറങ്ങും. ആരാണേലും ചീത്തവിളി കേൾക്കേണ്ടി വരും. കോൺഗ്രസിന്റെ അങ്ങേയറ്റത്തെ ജീർണതയാണ് പ്രകടമാകുന്നത്. കാരണം സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞ് നിർത്തിയിട്ട് പാലക്കാട് ജില്ലയിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും സജീവ പ്രവർത്തകനെ പോലെ എല്ലാവരും ചേർന്ന് പ്രവർത്തിക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടം. ഈ വിവരം അവസാനത്തെ ഒരു TV ചാനൽ അവതരിപ്പിച്ച അവസാനത്തെ ക്ലിപ്പിംഗ് കേട്ടതിന് ശേഷം പിന്നീട് ആ പെൺകുട്ടി പരാതി നൽകുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തിയിരിക്കുന്നു എന്ന് വാർത്ത വരുന്ന നിമിഷം അപ്പോഴാണ് ഓഫീസും കൂട്ടി രാഹുൽ മാങ്കൂട്ടം പുറത്തേക്ക് പോയത്. ഇത് മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ് സർവനാശത്തിലേക്കാണ്. കോൺഗ്രസ് തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം സംഭവങ്ങളെയൊക്കെ അംഗീകരിക്കുന്നൊരു പാർട്ടിയായി കോൺഗ്രസ് അധപ്പതിച്ചില്ലേ? സോണിയാഗാന്ധി നയിക്കുന്നൊരു പാർട്ടിയല്ലേ? എങ്ങനെയാണ് ഇതിന് ന്യായീകരിക്കാൻ, ഇത്തരമൊരു ഹീനകൃത്യത്തെ ന്യായീകരിക്കാൻ കോൺഗ്രസിലെ കുറേ നേതാക്കൾക്കെങ്കിലും കഴിയുന്നത്? എന്തായാലും കോൺഗ്രസിൻ്റെ KPCCയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരാണല്ലോ ഒളിവ് സങ്കേതങ്ങൾ ഒരുക്കി കൊടുത്തിരിക്കുന്നത്. ഇത്രയും നീച പ്രവൃത്തികൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു വ്യക്തി കോൺഗ്രസിൻ്റെ നേതാവായി ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ പാരമ്പര്യമുള്ള രാഷ്ട്രീയ പാർട്ടിയാണല്ലോ കോൺഗ്രസ് എന്ന് പറയുന്നത്. ആ കോൺഗ്രസിൻ്റെ സ്ഥിതി ഇതാണ്. അതിൻ്റെ യഥാർത്ഥ മുഖമാണ് രാഹുലിലൂടെ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എലക്ഷൻ വരുന്നു, 10 ദിവസം മുമ്പ് എലക്ഷൻ്റെ മുമ്പ് ഈ ഇഷ്യൂ ശരിയാണ്, ഇതിനെ ചർച്ച ചെയ്യണം. ചർച്ച ചെയ്യേണ്ടത് എന്താണ്? എന്തുകൊണ്ട് 3.5 മാസം ഇയാളെ ഒരു റെഡ് കാർപ്പറ്റും വെച്ച് അസംബ്ലിയിൽ കയറ്റിയ CPM സർക്കാർ ഇപ്പോൾ അയാളുടെ എതിരെ കേസ് ഫയൽ ചെയ്യുന്നു? ഞാൻ പറഞ്ഞ പോലെ ഇത് ജനങ്ങളെ വിഡ്ഢിയാക്കാനും ജനങ്ങളെ ശ്രദ്ധ തിരിക്കാനാണ് ഇവർ ചെയ്യുന്നത്. ഈ സൈക്കോപാത്ത് ക്രിമിനൽ ഉൾപ്പെടെ ഇദ്ദേഹത്തിന്റെ കൂട്ടാളിയായിട്ടുള്ള ഷാഫിയും സംഘവും ഉൾപ്പെടെ നിയമത്തിന്റെ മുന്നിലേക്ക് വരും എന്ന കാര്യത്തിൽ, വരേണ്ടി വരും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ആര് സംരക്ഷിക്കാൻ നോക്കിക്കഴിഞ്ഞാലും ഇനി രക്ഷപ്പെടാൻ വേണ്ടി പോകുന്ന പ്രശ്നമില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് സർക്കാരിനെതിരെ ആഞ്ഞടിക്കാൻ നിരവധി വിഷയങ്ങൾ കയ്യിലിരിക്കെ എന്തിനാണ് കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വിഴുപ്പിനെ ചുമക്കുന്നത്? VD സതീശനെടുത്ത ശക്തമായ നിലപാടെടുക്കാൻ എന്തുകൊണ്ട് പാർട്ടിക്ക് കഴിയുന്നില്ല? ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ രാഹുലിനെ സസ്പെൻഡ് ചെയ്തത്. ആ ബോധ്യം മാറാതെ പാർട്ടി വേദികളിൽ മാങ്കൂട്ടത്തിൽ എത്തുന്നത് പാർട്ടിയെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. കയ്യും കെട്ടി നോക്കിയിരുന്നാൽ പാർട്ടിക്ക് തന്നെയാണ് കേട്.